LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് വ്യക്തമായ ഒരു മുദ്ര NDA ഈ തെരഞ്ഞെടുപ്പിൽ പതിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മുൻപ് സാധാരണഗതിയിൽ പറയുമ്പോൾ കോൺഗ്രസ് ക്ഷയിക്കുമ്പോൾ BJP വളരും, ഇല്ലെങ്കിൽ LDF ക്ഷയിക്കുമ്പോൾ BJP വളരും എന്ന ആ ഒരു പാറ്റേൺ തന്നെ മാറ്റി മറിച്ചുകൊണ്ട് രണ്ട് കൂട്ടരുടെയും വോട്ട് ചോർത്തിക്കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അതിലെടുത്ത് പറയേണ്ടത് തലസ്ഥാനം നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ ഫലം വരുമ്പോൾ BJP-യിലെ NDA സഖ്യം എതിരാളികൾ ഒന്നിച്ചാൽ പോലും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ ഭൂരിപക്ഷത്തേക്ക് ഭരണം ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അതിന്റെ ആവേശം ദില്ലിയിലും അലയടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിന്റെ തലസ്ഥാനമാണ്. കേരളത്തിന്റെ തലസ്ഥാനം പിടിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവിലൂടെ മാറാത്തതിന് മാറുമെന്ന മുദ്രാവാക്യത്തിലൂടെ പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നത്. അതിൽ 2 മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 12 മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരണമുറപ്പിക്കാനായി എന്നത് BJP സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പാലക്കാട് ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്ന BJP ഇത്തവണ ആ പാലക്കാട് അവരുടെ ഭരണം നിലനിർത്താനായി എന്നതും വലിയ മുന്നേറ്റം തന്നെയാണ്. ഷൊർണൂർ അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലായിടത്തും സമസ്ത മേഖലയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ചില മേഖലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP-ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. UDF ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി. അതായത് UDF വന്നാലും LDF വന്നാലും BJP-യെ സംബന്ധിച്ച് അവരുടെ ആ വോട്ട് ഷെയർ അതുപോലെ അവരുടെ സീറ്റ് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മുന്നണിയോ പാർട്ടിയോ ക്ഷയിക്കുമ്പോൾ മാത്രമല്ല ഈ NDA വളരുക. പകരം 2 മുന്നണികൾ ക്ഷയിച്ചാലോ ഇല്ലെങ്കിൽ അവർ പുഷ്ടിപ്പെട്ടാലോ ഒക്കെ ക്രമാതീതമായിട്ടുള്ള വലിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ BJP ഉണ്ടാക്കിയിരിക്കുന്നത്.